മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉറവ പറ്റാത്ത ഒരു കറവ പശുവാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നത്തിനെ വെച്ച് നോക്കുമ്പോൾ അത് 101% ശരിയാണ്. ഈ ഒരു കൺസോഷ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം ആരാധകരുടെ വികാരത്തിന് എങ്ങനെയൊക്കെ വിറ്റ് കാശാക്കാമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഏത്തക്ക ചിപ്സും ഗോലി സോഡയും ടിഷ്യൂ പേപ്പറും നാപ്കിനും എല്ലാം ഇറക്കി ആരാധകരെ എങ്ങനെയൊക്കെ ഊറ്റാമോ അങ്ങനെയെല്ലാം അവർ ഊറ്റി. പിന്നെ വില കുറഞ്ഞ ജേഴ്സി പുറത്തിറക്കി വേറൊരു തരത്തിലുള്ള ഊറ്റൽ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ അവർക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവന്മാരെ ക്ലബ്ബ് വിൽക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. സാമ്പത്തിക പ്രതിസന്ധി മൂലം ക്ലബ്ബ് ഒഴിവാക്കേണ്ട അവസ്ഥയാണെന്ന് പറയുമ്പോൾ ക്ലബിനെ വെച്ച് ഇത്രയും കച്ചവടം ചെയ്തിട്ട് ക്ലബിന് വേണ്ടിയിട്ട് അസറ്റുകളൊന്നും ജനറേറ്റ് ചെയ്യാൻ യുവമാരെ കൊണ്ട് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയും. ഒരു അസറ്റും ഇല്ലാത്ത ക്ലബിന് വേണ്ടി യുവമാർ ചോദിക്കുന്നത് ഒടുക്കലത്തെ പ്രൈസാണ്. തക്കാളി പെട്ടിക്ക് ഐഫോണിന്റെ വില ചോദിക്കുന്ന പോലെ, അല്ലെങ്കിൽ മാരുതി 800 ഉണ്ടല്ലോ അതിന് റോൾസ് റോയ്സിന്റെ വില ചോദിക്കുന്ന പരിപാടിയാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം. ഏതായാലും ഇവന്മാർക്ക് വിൽക്കാൻ താല്പര്യമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്ര ഉയർന്ന തുകയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങിക്കാൻ വന്ന ലുലു ഗ്രൂപ്പും IBSഉം ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ക്ലബിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് നടന്നിട്ടുണ്ട്. അതായത് ഈ മാനേജ്മെന്റ് പറയുന്ന വിലയിലേക്ക് ഒത്തുപോകണമെങ്കിൽ ഈ രണ്ട് വമ്പന്മാർക്ക് ഒരുമിക്കേണ്ട അവസ്ഥയാണ് എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്തു തന്നെ ആയാലും സാമ്പത്തിക പ്രതിസന്ധിയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്ന് പറഞ്ഞ് ഓരോ തവണയും ചില ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു പ്രമുഖനായിട്ടുള്ള കമന്റേറ്റർ ഈ പിഴച്ച മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോജ പെരേര ഡയസിനെ കുറിച്ച് തന്തയില്ലാത്ത കഥ ഇടിച്ചിറക്കിയ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ചില ആളുകളെ കരിവാരി തേച്ചുകൊണ്ട് ഇങ്ങനെ മുഖം സംരക്ഷിച്ചു പോകുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ. സോറി, ഞാൻ വാക്കുകൾ ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. നല്ല പൈസ ഇവർ ഉണ്ടാക്കുന്നുണ്ടേ. ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ നിൽക്കുമ്പം ഇപ്പം ആരാധകരുടെ വികാരത്തിനെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നവന്മാർ ഉണ്ടാക്കാവുന്നതിൻ്റെ മാക്സിമം ഉണ്ടാക്കിയിട്ട് ഇനിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് നാടകവും വിലകൂട്ടലും ഒക്കെ തന്നെയാണ്. ഒന്നെങ്കിൽ ഇപ്പന്മാർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാശിറക്കാനുള്ള മടി കാരണം ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാവരുത്. എല്ലാവരെയും ഒരേ സമയം കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാനുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് ഇമോഷണലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ബൈ.